Good morning, all. Good morning. Morning, ma'am. Okay, നമ്മള് മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലെ ലാസ്റ്റ് കുറച്ച് പോയിന്റ്സ് കൂടി കംപ്ലീറ്റ് ചെയ്യാനുള്ള ചാപ്റ്റർ നമുക്ക് അതിന്റെ കണ്ടിന്യൂഷൻ എടുക്കുകയാണ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എൻഷുർ ക്ലീൻലിനെസ് വരെയാണ് എടുത്തത്. അവിടെ വരെയല്ലേ? ഓർമ്മയുണ്ടോ? വായിക്കുന്നുണ്ടോ? ഓക്കെ, എൻഷുർ ക്ലീൻലിനെസ് വരെയല്ലേ നമ്മൾ എടുത്തത്? എല്ലാ രോഗികൾക്കും നല്ലൊരു വൃത്തിയുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വേണം അവർക്ക് ട്രീറ്റ്മെന്റ്സ് ലഭിക്കുവാൻ. Then next point, same ആ ഒരു പോയിന്റുകൾ തന്നെയാണ് കേട്ടോ. Upgrade outdated system. നോക്കാം. When it comes to improving patient experience, upgrading outdated internal system is important. Even small updates to appointment scheduling platforms, waiting room signage and systems, and nurses' call buttons can have a significant influence on patient satisfaction. രോഗിക്ക് ഒരു സംതൃപ്തി ലഭിക്കണമെങ്കിൽ നമ്മൾ പഴയ അപ്ഗ്രേറ്റഡ് ആയിട്ടുള്ള ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിലേക്ക് മാറ്റണമെന്ന്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പുതിയ കുറെ മാറ്റങ്ങൾ നിങ്ങൾ കാണാറുണ്ട് ഇല്ലേ? എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്ന മാറ്റങ്ങൾ? പഴയ ഒരു കാലത്ത് നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് നമ്മൾ കുറെ അധികം മാറ്റങ്ങൾ കാണാറുണ്ടല്ലോ. എന്തൊക്കെയാണ് മാറ്റങ്ങൾ? ഏതെങ്കിലും എക്സാമ്പിൾസ് പറയാമോ? നിങ്ങൾ പണ്ട് കാലത്ത് പോയിരുന്നതിനേക്കാളും ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കാണുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ആലോചിച്ച് നോക്കി. ഫെസിലിറ്റീസ് ആണ്. ഓക്കെ, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നമ്മൾക്ക് മാറ്റങ്ങൾ കാണുന്നത്? പഴയതിലേക്ക് മാറ്റി ആലോചിച്ച് നോക്കി. എന്തൊക്കെയാണ് മാറ്റങ്ങള്? ഒരു മാറ്റം തോന്നുന്നില്ല. ഇന്നും പഴയതുപോലെ തന്നെയാണോ? അങ്ങനെയാണോ? എന്തൊക്കെയാ മാറ്റങ്ങൾ കാണുക? മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, പുതിയ എക്യുപ്മെന്റ്സുകൾ വരുന്നുണ്ട്. ടോക്കൺ ഡിസ്പ്ലേ നമ്പറിന്റെ ഉണ്ട് അല്ലെ? അതുപോലെ തന്നെ നമുക്ക് പേഷ്യന്റിനെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഓരോ നമ്പർ വിളിച്ചായിരുന്നു പണ്ട് കാലങ്ങളിലൊക്കെ കേട്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം കൊണ്ടുവരും. അതുപോലെ തന്നെ നമുക്കറിയാം ബുക്കിംഗ് സിസ്റ്റം, അപ്പോയിന്റ്മെന്റ് ബുക്കിങ്ങുകൾ വന്നു. ഫയല് അല്ലെ? പണ്ട് നമുക്കറിയാം ഓരോ പേഷ്യന്റിനും ഒരു ഫയൽ ഉണ്ടായിരുന്നു. ഈ ഫയല് നഴ്സ് എന്ത് ചെയ്യും? നമ്മള് പേഷ്യന്റ് കയറുമ്പോൾ ഡോക്ടറിന്റെ റൂമിൽ ഡോക്ടറിന്റെ അടുത്ത് കൊടുക്കും. പക്ഷെ ഇന്ന് അങ്ങനെയുണ്ടോ? ഒരു ഫയലിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടോ? ഇല്ല. എല്ലാം എന്താണ്? കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലെ? ഇപ്പൊ ഡോക്ടറുടെ കമ്പ്യൂട്ടറിൽ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പ്രിസ്ക്രിപ്ഷൻസും എല്ലാം കമ്പ്യൂട്ടറിൽ തന്നെയാണ് ഡോക്ടർ ചെയ്യുന്നത് അല്ലെ? അപ്പോ പഴയ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കുറെ സിസ്റ്റങ്ങൾ മാറ്റി പുതിയ സിസ്റ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നതും പേഷ്യന്റിന്റെ സംതൃപ്തിക്ക് കാരണമാകുന്നത്. അപ്പൊ ഇവിടെ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് കണ്ടോ. അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് പ്ലാറ്റ്ഫോംസ് അല്ലെ? നമ്മൾ പറഞ്ഞ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ നമുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇന്നുണ്ട്. Then waiting room signage and systems. വെയിറ്റിംഗ് റൂമിലുള്ള സൈനേജുകൾ നമ്മൾ പല സൈനേജുകളൊക്കെ കാണാറുണ്ട് അല്ലെ? ഓരോ കാര്യങ്ങൾക്കുള്ള സൈനേജുകൾ. നേഴ്സ് കോൾ ബട്ടൺസ്. നേഴ്സ് കോൾ ബട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിപ്പോ റൂമിലൊക്കെ പേഷ്യന്റ് അഡ്മിറ്റ് ആവണമെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിക്കാനുള്ള ഒരു നേഴ്സ് കോൾ ബട്ടൺ ഒക്കെ ഉണ്ട് അല്ലെ? അപ്പൊ ഇതെല്ലാം മാറുന്ന നമ്മളുടെ ഒരു ലോകത്തിന്റെ തന്നെ അല്ലെ? നമുക്ക് ഓരോ ദിവസവും നമുക്ക് ഡെവലപ്മെന്റ് ആയിട്ട് ഇങ്ങനെ ഓരോരോ ഫെസിലിറ്റികളായിട്ടുണ്ടെങ്കിലും എക്യുപ്മെന്റ്സുകളായിട്ടുണ്ടെങ്കിലും വർദ്ധിച്ചു വരികയാണ് അല്ലെ? ടെക്നോളജിക്കലി തന്നെ ഡെവലപ്ഡ് ആയി വരികയാണ്. സോ ഈ ഡെവലപ്മെന്റ്സ് ഒക്കെ നമ്മളുടെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഒരു സിഗ്നിഫിക്കന്റ് ആണ്. ഓക്കെ, then be punctual. നോക്കാം. Be punctual. Punctuality reveals a practitioner's respect for a patient's busy schedule. പങ്ക്ച്വൽ വരെയാണ് നമ്മൾ പറഞ്ഞത് തോന്നുന്നു. ആണോ? കഴിഞ്ഞ ക്ലാസ്സില് അത് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. എന്റെ ഒരു ഓർമ്മ വെച്ചിട്ട് പങ്ക്ച്വൽ പറഞ്ഞോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില്? പറഞ്ഞോ? ബാക്കി ആർക്കും ഓർമ്മയില്ല. ഓക്കെ, എനിക്കിപ്പോ വായിച്ചപ്പോഴേ പങ്ക്ച്വൽ വരെ നമ്മൾ പറഞ്ഞു തോന്നുന്നത്. എന്നിട്ട് നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഡോക്ടേഴ്സ് റൗണ്ട്സിന് പോകും, അല്ലെങ്കിൽ ചിലപ്പോ ഇമ്മീഡിയറ്റ് സർജറിക്കൊക്കെ പോകും. അവിടെ വരെയല്ല നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആണോ? ക്ലാസ് ഓർമ്മയുള്ളവർക്ക് മനസ്സിലാകും അല്ലെ? ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാട്ടോ. ബി പങ്ക്ച്വൽ. Punctuality reveals practitioners' respect for a patient busy schedule. If an organization finds it difficult to see patient in a timely manner, they may require to examine their scheduling process and or staffing needs. നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. The next one നോക്കാം. Set expectations. Expectations സെറ്റ് ചെയ്യാണ് അല്ലെ? നമ്മൾ പ്രതീക്ഷകൾ നോക്കാം. Healthcare providers can help set hope by keeping all information on their website, patient portal and printed collateral up to date always. അതായത് ഹോസ്പിറ്റല് അവരുടെ
ഇൻഫോർമേഷൻസുകൾ, അവരുടെ വിവരങ്ങൾ അവരുടെ ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ പേഷ്യന്റ് പോർട്ടലിലും ദെൻ പ്രിന്റഡ് ആയിട്ടുള്ള കൊളാപ്റ്ററിലേക്ക് പ്രിന്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിലൊക്കെ നമുക്ക് ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സൗകര്യങ്ങള് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ സേവനങ്ങൾ സർവീസസുകളൊക്കെ അവർ കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ എക്സ്പെക്ടേഷൻസിന് അത് നമുക്കിപ്പോ അറിയാലോ ഇന്ന ടെസ്റ്റുകൾ അവിടെ ഉണ്ടോ. നമുക്കൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ പറഞ്ഞ നമുക്ക് എക്സ്പെക്ടേഷൻ ഉണ്ട് അല്ലേ. നമ്മളുടെ എക്സ്പെക്ടേഷൻ എന്താണ്? നമ്മുടെ ചികിത്സ നമുക്ക് നല്ലൊരു ചികിത്സ ലഭിച്ചു, നമ്മളുടെ അസുഖം പൂർണ്ണമായിട്ടും ഭേദമാകും. അതല്ലേ ഓരോ പേഷ്യന്റിന്റെയും എക്സ്പെക്ടേഷൻ? ആണോ? മറ്റേതെങ്കിലും എക്സ്പെക്ടേഷൻ ഉണ്ടോ? ഒരു ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെല്ലുന്ന പേഷ്യന്റിന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്? അവന്റെ അസുഖം മാറും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവന് അല്ലേ. Then including an FAQ section on printed and digital material that direct how to refill prescriptions. FAQ എന്ന് വെച്ചാൽ എന്താണ്? FAQ അതായത് ഫ്രീക്വൻസി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഫ്രീക്വൻസി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ഒന്ന് എഴുതി വെച്ചോളൂ. FAQ ഫുൾ ഫോം ഫ്രീക്വൻസി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. നമ്മൾ സർവേ ഒക്കെ കൊടുക്കുമല്ലോ അതുപോലത്തെ ക്വസ്റ്റ്യൻസുകൾ. അപ്പോ അത് പ്രിന്റഡ് ആയിട്ടും സർവേ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ലിങ്കുകൾ വഴി ഫോണിലൂടെ തന്നെ നമുക്കിപ്പോ എന്താണ് സർവേ ഒക്കെ നടത്താം. ഇപ്പൊ അങ്ങനെയല്ലേ കുട്ടികൾ ഡിഗ്രി സ്റ്റുഡൻസോ അങ്ങനെയൊക്കെ എങ്ങനെയാണ് സർവേ നടത്തുന്നത്? പണ്ട് നമ്മൾ ഓരോ വീടുകളിലൊക്കെ പോയിട്ട് സർവേ നടത്തുമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഒരു ലിങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആ ലിങ്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് സർവേ അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ലേ? ലിങ്കുകൾ വഴി നമുക്ക് സർവേ അറ്റൻഡ് ചെയ്തൂടെ? ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. പ്രിന്റഡ് ആയിട്ടും ഡിജിറ്റൽ ആയിട്ടൊക്കെ നമുക്ക് FAQ സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്തുകൊണ്ട് റീഫിൽ പ്രിസ്ക്രിപ്ഷൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് മരുന്നുകളുടെ കാര്യമല്ല, നമ്മളുടെ എക്സ്പെക്ടേഷൻസ്. അതായത് നമുക്കറിയാലോ സർവേയിൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ നമ്മളുടെ എക്സ്പെക്ടേഷനിൽ നമുക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് ഈ സർവേ ചെയ്യുമ്പോൾ മനസ്സിലാകുന്നു. Then the right software also digitalize every step of the patient's journey from booking an appointment to paying their deductibles. Okay, അതായത് എന്താ ഇവിടെ പറയുന്നത്? പേഷ്യന്റിന്റെ എക്സ്പെക്ടേഷൻ. സോറി കേട്ടോ, വായിച്ചത് മറന്നുപോയി, രണ്ടാമത്തെ പാരഗ്രാഫിലായിപ്പോയി. അപ്പൊ FAQ section on printed and digital material that directs how to refill prescription. Then receive care after hours and scheduled appointment also plays a vital role in aligning patients' hopes their experience. അപ്പോ പേഷ്യൻസിന്റെ ഒരു എക്സ്പീരിയൻസിന്റെ അത്രയും ഹോസ്പിറ്റലിനും ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനെയർ ഒക്കെ കൊടുത്തിട്ട് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അല്ലെ, ഇപ്പൊ പേഷ്യന്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇന്ന സൗകര്യങ്ങൾ നമുക്ക് അവിടെ കിട്ടും, ഡോക്ടേഴ്സിന്റെ ഫെസിലിറ്റി ഉണ്ടാകും, അല്ലെങ്കിൽ നഴ്സുമാരുടെ ഫെസിലിറ്റി ഉണ്ടാകും. സോ ഒരു പേഷ്യന്റ് എക്സ്പെക്ട് ചെയ്യുന്ന അത്രയും സ്കോപ്പ് അല്ലെങ്കിൽ അത്രയും ആ ഒരു സൗകര്യങ്ങൾ ഒരു ഹോസ്പിറ്റലും ഒരുക്കി കൊടുക്കണമെന്ന് പേഷ്യന്റ് ആഗ്രഹിക്കുന്നത് എന്താണോ അത്തരത്തിലുള്ള ചികിത്സയായാലും മറ്റ് എല്ലാ സൗകര്യങ്ങളും ഹോസ്പിറ്റൽ അവർക്ക് ചെയ്തു കൊടുക്കണം. ഓക്കെ, ഇതാണ് സെറ്റ് എക്സ്പെക്ടേഷൻസിൽ പറയുന്നത്. Then next one, അടുത്തതും കൂടി ഒന്ന് നോക്കിയിട്ട് വായിപ്പിക്കാം കേട്ടോ. Go digital. ഡിജിറ്റൽസിലോട്ട് മാറാണ് നോക്കാം. Hospitals can do just about anything with a few taps on our phones. From paying our bills to booking കഴിഞ്ഞിട്ട് വെക്കേഷനിലാണോ കിടക്കുന്നത്? ആണോ? വെക്കേഷനിലാണോ ടെക്സ്റ്റിൽ കിടക്കുന്നത് നിങ്ങളുടെ? യെസ്, വെക്കേഷൻ ആയിരിക്കും അവിടെ വരുന്നത്. എന്തായിരിക്കും വരുന്നത്? അവിടെ ഒരു കറപ്ഷൻ വന്നിട്ടുണ്ട്. വെക്കേഷന് പകരം എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് മനസ്സിലായോ എന്നൊന്ന് ചെക്ക് ചെയ്യണേ. വെക്കേഷൻ ആയിരിക്കോ? വെക്കേഷന് പകരം എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കി. ലൊക്കേഷനാണോ? അത് കൊള്ളാലോ. ഓക്കെ, വാക്സിനേഷൻ. ഓക്കെ, വാക്സിനേഷൻ ആണ് കേട്ടോ. അവിടെ വെക്കേഷൻ ആണ് അടിച്ചു പോയിരിക്കുന്നത്. ഓക്കെ, വാക്സിനേഷൻ ആകാം, തിരുത്തി എഴുതാട്ടോ. വാക്സിനേഷൻ ആകാം. ഹോസ്പിറ്റലും വെക്കേഷനും തമ്മിൽ വലിയ ബന്ധമൊന്നും ഇല്ലല്ലോ. വാക്സിനേഷൻ ആയിട്ട് ബന്ധമുണ്ട് അല്ലേ? വാക്സിനേഷൻ എഴുതാം. ഓക്കെ, നോക്കാം. Hospital can do just about anything with a few taps on our phones. From paying our bills to booking a vaccination. അല്ലേ? അപ്പൊ ഹോസ്പിറ്റൽ can do just about anything with a few taps. അല്ലെ, നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു അല്ലേ? ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ നമുക്ക് അപ്പോയിന്റ്മെന്റ് വിളിക്കണോ അല്ലെങ്കിൽ ബുക്കിങ്ങിന് എല്ലാത്തിനും നമ്മുടെ ഫോൺ വഴി നമുക്ക് ചെയ്യാം. Then to booking a vaccine, ഒരു വാക്സിനേഷൻ പോലും ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണുകളിൽ എന്താണ് സാധിക്കുന്നത്. നമുക്ക് എന്ത് കാര്യവും നമുക്കിപ്പോ ഫോണിലൂടെ സാധിക്കുന്നു അല്ലെ? നമ്മളത് ഡിജിറ്റലിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. Then
Digitalizing your practice can generate proficiency for your staff and patients that make better everyone's experience. So നമ്മൾ മാറുന്ന ഡിജിറ്റലൈസിലോട്ട് നമുക്കറിയാം ഒരു ടെക്നോളജിക്കൽ യുഗത്തിലോട്ട് നമ്മൾ ചേഞ്ച് ആകുമ്പോൾ അത് സ്റ്റാഫുകൾക്കാണെങ്കിലും അതോടൊപ്പം തന്നെ എന്താണ് സ്റ്റാഫിനും പേഷ്യൻസിനും കുറച്ചും കൂടി നല്ലൊരു അനുഭവമാണ് അത് ഉണ്ടാക്കുന്നത് അല്ലെ. ഇപ്പൊ നമുക്ക് നമ്മളുടെ ഫോണിലൂടെ തന്നെ എല്ലാം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത് പേഷ്യന്റിനായാലും സ്റ്റാഫിനായാലും നല്ലൊരു അനുഭവമാണ് അവിടെ സൃഷ്ടിക്കുന്നത്. ഓക്കെ, then that right software allows to digitalize every step in the patient's journey from booking an appointment to paying their deductibles. Okay, അപ്പൊ നമുക്കൊരു ഫോണിൽ നിന്നും നമ്മളുടെ പേഷ്യൻസിന്റെ ജേർണി ഫോണിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബുക്കിംഗ് ചെയ്യാൻ തുടങ്ങി, അപ്പോയിന്റ്മെന്റ്സ് എടുക്കാനും അതുപോലെ തന്നെ പേയിങ് ദയർ ഡിഡക്റ്റബിൾസ്. ഡിഡക്റ്റബിൾസ് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡിഡക്റ്റബിൾസ് ചാപ്റ്റർ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവ്മെന്റ് ആണ്. ചാപ്റ്റർ കംപ്ലീറ്റ് കഴിയാറായി. ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലൊന്നും കയറിയിട്ടില്ല. കുറേ ദിവസമായിട്ട് നമ്മൾ ഈ സെയിം ചാപ്റ്റർ തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഉണ്ടായിരുന്നില്ല ചിലപ്പോ, അതാണോ? ഓക്കെ, കുറെ ദിവസമായി നമ്മൾ ഈ ഒരു ചാപ്റ്റർ വെച്ച് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിജിറ്റലൈസിലോട്ട് മാറുക എന്ന് പറയാം കേട്ടോ. മിസ്സായിട്ടുണ്ട് ക്ലാസ്. ഓക്കെ, മിസ്സായ ക്ലാസ്സുകൾ കാണണം കേട്ടോ. കാരണം ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ദെൻ നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്ത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അത് നല്ലപോലെ വായിച്ചാൽ മാത്രമേ മനസ്സിലാകുള്ളൂ. മിസ്സായിട്ടുള്ളവര് കുഴപ്പമില്ല, ടൈം കിട്ടുന്നത് പോലെ റെക്കോർഡ് ക്ലാസ്സുകൾ കാണുക. ഓക്കെ, ദെൻ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. സെറ്റ് എക്സ്പെക്ടേഷൻ ആൻഡ് ഗോ ഡിജിറ്റൽ വായിച്ചു നോക്കുക. എന്താണ് അതിന്റെ ഉള്ളിൽ പറയുന്ന കാര്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അത് വെച്ച് പഠിച്ചു പോവുക. 2 പോയിന്റ് വായിച്ചു നോക്കുക കേട്ടോ. നമ്മളിപ്പോ പറഞ്ഞ 2 പോയിന്റ്. ഓക്കെ, വായിച്ചു നോക്കിയ 2 പോയിന്റ്സ്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം കേട്ടോ. ഡിക്രീസ് വെയിറ്റ് ടൈംസ് അല്ലെ. വെയിറ്റിംഗ് ടൈംസുകൾ പരമാവധി കുറയ്ക്കാന്ന്. അപ്പൊ പേഷ്യന്റ് കുറച്ചുകൂടി സാറ്റിസ്ഫൈഡ് ആകും. നോക്കാം. Decreasing the amount of time that patients spend in waiting rooms. പേഷ്യന്റ് വെയിറ്റിംഗ് റൂമിൽ സ്പെൻഡ് ചെയ്തിരിക്കുന്ന ടൈം പരമാവധി കുറയ്ക്കാവുന്ന അല്ലെ. ഇപ്പൊ നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ച് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരിക്കാന്ന് വെച്ചാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ എല്ലാവരുടെയും സിറ്റുവേഷൻ ഒരേപോലെ ആയിരിക്കില്ല അല്ലെ. ആണോ? വെയിറ്റിംഗ് റൂമിൽ കുറെ നേരം വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണോ? ഡോക്ടറെ കാണാൻ വേണ്ടി 1, 2, 3, 4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാന്ന് പറഞ്ഞാൽ ഇഷ്ടമാണോ അങ്ങനെ ഇരിക്കുന്നത്? എല്ലാവർക്കും അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ച് ബോറിംഗ് ആണ്. ബോറിംഗ് എന്ന് മാത്രമല്ല, ചിലവർക്ക് നമുക്ക് അത്രയും പറ്റാത്തൊരവസ്ഥയിലായിരിക്കും അല്ലെ. ഒന്ന് കിടക്കാൻ തോന്നുന്നു, നമുക്ക് ഇരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നേക്കാം. സോ നമുക്ക് അങ്ങനെയുള്ള ഒരു ടൈം ഡിക്രീസ് ചെയ്യാവുന്ന ഒരു വെയിറ്റിംഗ് ടൈം എങ്ങനെ നമുക്ക് ഡിക്രീസ് ചെയ്യാം? പ്ലാൻ ടു ഗെറ്റ് rid of time spent traveling to and from appointments, removing stress and attendance barriers for many patients അല്ലെ. അതായത് അറ്റൻഡൻസിലുള്ള ബാരിയേഴ്സും മറ്റും നമുക്ക് റിമൂവ് ചെയ്യാവുന്ന, അതായത് അപ്പോയിന്റ്മെന്റ് ഒക്കെ പെട്ടെന്ന് തന്നെ എടുക്കാനും അതുപോലെ തന്നെ ഡോക്ടേഴ്സ് അധികം സമയം പെട്ടെന്ന് വെയിറ്റ് ചെയ്യിക്കാതിരിക്കാനും ദെൻ നമുക്ക് അവരുടെ ഒരു സ്ട്രെസ്സിനെ റിമൂവ് ചെയ്യിക്കാനും സാധിക്കുന്നത് പേഷ്യൻസിന്റെ. അധികം നേരം വെയിറ്റിംഗ് റൂമിൽ ഇരുത്താതെ പെട്ടെന്ന് തന്നെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ പേഷ്യൻസിന് റെഡിയാക്കി കൊടുക്കുക. ഡോക്ടറിനെ കാണാനായിട്ടുള്ള അത് പെട്ടെന്ന് ഒരുക്കി കൊടുക്കുക. ദെൻ patient registration paperwork also contributes to longer wait times അല്ലെ. പേപ്പർ രജിസ്ട്രേഷൻ വർക്കുകൾ, അതായത് ഇപ്പോ നമ്മള് അവിടെ പോയി അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ നമ്മളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കണമായിരിക്കും. ചിലപ്പോൾ അവിടെ ഒരു സിസ്റ്റവും ഒരാൾ മാത്രം ഉണ്ടാകുള്ളൂ. പലപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലെ. ചിലപ്പോൾ 2, 3 സിസ്റ്റം ഉണ്ടാകും, ചിലപ്പോൾ ഒരു സിസ്റ്റത്തിൽ മാത്രം ആളുണ്ടാകുള്ളൂ. അപ്പൊ ഒരുപാട് പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ ഇത് ക്യൂ നിന്ന് റിസപ്ഷനിൽ ഒരുപാട് നേരം
പേപ്പർ വർക്കിന് വേണ്ടി മാത്രം നമ്മൾ ടൈം പോകാറുണ്ടോ? ഇല്ലേ? ഒരു സ്റ്റാഫ് ഒക്കെ മാത്രമുള്ളെങ്കിലേ ഈ വരുന്ന ആളുകൾ മൊത്തം നമ്മളവിടെ ക്യൂ ആയിട്ട് നിൽക്കുകയായിരിക്കും. ഇല്ലേ? ഉണ്ടോ? ഇതൊക്കെ നമ്മളുടെ അനുഭവം അല്ലേ? ആണോ? ഹോസ്പിറ്റലിൽ പോകാറില്ല നമ്മള് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആയിട്ട്? സോ ഇതെല്ലാം നമ്മൾ സർവ്വസാധാരണമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആണോ? റെസ്പോൺസ് ഒന്നും ഇല്ലാലോ? ആരും ഹോസ്പിറ്റലിൽ ഒന്നും പോകാറില്ല. ഓക്കെ. Then hospital can use a secure online program to let patients complete and submit their registration paperwork before their appointment. അപ്പോയിന്റ്മെന്റിന് മുൻപായിട്ട് ഈ പേപ്പർ വർക്ക് ചെയ്യാനായിട്ട് ഓൺലൈൻ പ്രോഗ്രാംസ് കൊണ്ടുവരാം ഹോസ്പിറ്റലിൽ. അപ്പൊ ഇതുപോലെ തന്നെ ആളുകൾ തിരക്ക് കൂടി നിൽക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ എന്താണ് ഒരുപാട് നേരം അവർക്ക് വെയിറ്റ് ചെയ്ത് ചെയ്യേണ്ടതാണ്. Then further reducing time spent in the waiting room. ബാക്കിയുള്ള സമയം നമുക്ക് എന്ത് ചെയ്താൽ മതി? വെയിറ്റിംഗ് റൂമിൽ സ്പെൻഡ് ചെയ്താൽ മതി. അപ്പൊ ബാക്കി പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഓൺലൈൻ ആയിട്ട് കൊടുക്കാന്ന്. ഓൺലൈൻ ആയിട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഒത്തിരി പേഷ്യൻസ് വരുമ്പോ ക്യൂ നിന്ന് ഒരുപാട് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. Then next point നോക്കാം. Deliver patient focused care. നോക്കാം. Patients' health and well-being should be at core of everything the hospital and the staff do. രോഗിയുടെ ആരോഗ്യവും ക്ഷേമവുമാണ് ഒരു ഹോസ്പിറ്റലും അവിടുത്തെ സ്റ്റാഫുകളും പ്രൊവൈഡ് ചെയ്യേണ്ടത് അല്ലെ? ഹോസ്പിറ്റല് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആർക്കാണ്? പേഷ്യൻസിനാണ്. പേഷ്യൻസിന്റെ രോഗിയുടെ ക്ഷേമവും രോഗിയുടെ ഒരു പരിചരണവുമാണ് ഒരു ഹോസ്പിറ്റലും ഡോക്ടർ ആയാലും നേഴ്സ് ആയാലും നൽകേണ്ടത്. Patient focused care consider patients' values and individual preferences. Underline ചെയ്യാട്ടോ. Patient focused care consider patients' values, individual preference as well as their health requirement. Patient focused care കൊടുക്കുക എന്ന് പറയുന്നത്, അതായത് പേഷ്യൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നത് കൺസിഡർ ചെയ്യുന്നത് പേഷ്യൻസിന്റെ വാല്യൂസ്, അവന്റെ മൂല്യങ്ങളെയും അവന്റെ പ്രിഫറൻസിനെയും അതോടൊപ്പം തന്നെ അവന്റെ ഹെൽത്ത് റിക്വയർമെന്റ്സ്, അവന്റെ ആരോഗ്യപരമായിട്ടുള്ള ആവശ്യങ്ങളെയുമാണ് പേഷ്യന്റ് ഫോക്കസ്ഡ് കൺസിഡർ ചെയ്യുന്നത്. Education and technological updates that streamline their experience donate to patient focused care. അല്ലേ? എഡ്യൂക്കേഷനും ടെക്നോളജിയും എല്ലാം patient focused കെയറിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. Eventually improving the patient experience and the patient satisfaction score. അതുപോലെ തന്നെ അപ്പൊ അവർക്ക് നമുക്ക് പേഷ്യന്റിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് വർദ്ധിക്കും, അതോടൊപ്പം തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ വർദ്ധിക്കും. ഇപ്പൊ നമുക്ക് നല്ലൊരു കെയർ ആണ് അവർ തരുന്നത്, നമ്മൾ നല്ല രീതിയിൽ പരിചരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കില്ലേ? നിങ്ങൾ പറയില്ലേ നല്ല ഹോസ്പിറ്റലാണ്, നല്ല കെയർ നമുക്ക് ലഭിച്ചു, നല്ല ഡോക്ടേഴ്സ് ആണ്, നല്ല നഴ്സസ് ആണ്, ബാക്കി എല്ലാ തരത്തിലും നല്ല ഫെസിലിറ്റികൾ ഉണ്ടെന്ന് പറയില്ലേ? പറയോ? നമുക്ക് നല്ലൊരു സേവനം നമ്മളെ ഫോക്കസ് ചെയ്തിട്ടാണെങ്കിൽ പറയാറില്ലേ നമ്മള്? ഓക്കെ. ലാസ്റ്റ് പോയിന്റ് കൂടി ഒന്ന് വായിക്കാം കേട്ടോ. ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി ഉള്ളൂ, നോക്കാം. Encourage lifelong learning. Healthcare practices and systems are continuously evolving. അല്ലെ? നമുക്കറിയാം ഇന്ന് ലോകം ഓരോ ദിവസം തോറും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെവലപ്പ് ആവുന്നതനുസരിച്ച് കൊണ്ട് തന്നെ ഹെൽത്ത് കെയർ സിസ്റ്റം ആയാലും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. To give pace healthcare professionals require access to vast continuous education courses that expand their knowledge base and improve their ability to provide high quality care. So ഓരോ ദിവസം തോറും ഹെൽത്ത് കെയർ ആയിട്ടുണ്ടെങ്കിലും വികസിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ എക്യുപ്മെന്റ്സ് വരുന്നു, പുതിയ ചികിത്സാ സംവിധാനങ്ങൾ വരുന്നു അല്ലെ? സോ അതിനനുസരിച്ചുകൊണ്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും ഡോക്ടേഴ്സ് ആവാം നഴ്സസ് ആയാലും അവരുടെ എഡ്യൂക്കേഷനും വർദ്ധിച്ചുകൊണ്ടിരിക്കണം എന്ന് മീൻസ് പുതിയ ടെക്നോളജിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അവരുടെ അറിവ് അതിലൂടെ എക്സ്പാൻഡ് ചെയ്യുന്നു അല്ലെ? അവരുടെ അറിവ് വികസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇംപ്രൂവ് ദെയർ എബിലിറ്റി ടു പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി കെയർ, നല്ലൊരു ഹൈ ക്വാളിറ്റി കെയർ നൽകാനും അവരുടെ കഴിവ്, അവരുടെ എബിലിറ്റി വർദ്ധിപ്പിക്കുന്നു. സോ പുതിയ കോഴ്സുകളായാലും പുതിയ ടെക്നോളജീസുകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണം. Then with the right skill set, practitioners can help increase patient satisfaction scores. അപ്പോ നല്ല പരിചരണമൊക്കെ കൊടുക്കുമ്പോൾ അതിലൂടെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. ഓക്കെ. ഇത്രയുമാണ് നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ പോയിന്റ്സ് ആണെന്ന് മനസ്സിലായോ? ക്രിയേറ്റീവ് വേസ് ആണ് നമ്മൾ പറഞ്ഞത്. രോഗിയുടെ സംതൃപ്തി വർദ്ധിപ്പിക്കാനായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങൾ. ഓക്കെ. ഡെവലപ്പ് റാപ്പോർട്ട് 8 ക്രിയേറ്റീവ് ആയിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ പറഞ്ഞു.
ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഒരു ഹോസ്പിറ്റലിന്റെ പേഷ്യന്റിന്റെ സംതൃപ്തി വർദ്ധിപ്പിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. Develop rapport, make it personal, educate patient, ensure cleanliness, upgrade outdated system, be punctual, set expectation, go digital, decrease wait times, deliver patient-focused care, encouraging lifelong learning. ഇത്രയും പോയിന്റ്സുകളാണ് പേഷ്യന്റിന്റെ സംതൃപ്തി വർദ്ധിപ്പിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്. കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ നന്നായിട്ട് വായിക്കുക. നമ്മളിതൊരു എന്താ പറയാ ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. മറ്റു പോയിന്റ് ഔട്ട് ചെയ്ത് പഠിച്ചതുപോലെ അല്ല. ആണോ? കുറെ പേർക്ക് അത് ബോറിംഗ് ആയിട്ട് തോന്നിക്കാണോ? ഇല്ലാന്ന് ഞാൻ പറയണില്ല അല്ലെ. കാരണം നമ്മുടെ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് പോയിന്റ് വൈസ് ആയിരുന്നു ഇല്ലേ? അപ്പൊ കുറച്ചു പേർക്കൊക്കെ ബോറിംഗ് ആയി കാണും. കുഴപ്പമില്ല. അത് നമ്മൾ തന്നെ സ്വയം കുറച്ച് എഫേർട്ട് എടുത്ത് വായിച്ച് മനസ്സിലാക്കി പഠിക്കേണ്ട ഏരിയ ആണ്. ദെൻ ബൈ ഹാർട്ട് ചെയ്തൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാക്കി പഠിക്കാം. ദെൻ നമ്മൾ ക്ലാസ് കേട്ട അനുഭവം ഉണ്ടല്ലോ, അത് വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? എല്ലാവരുടെ മനസ്സിൽ എനിക്കറിയാം കുറെ ദിവസമായാലും ബോർഡ് ചാപ്റ്റർ തന്നെയാണല്ലോ, തീരുന്നില്ല എന്നുള്ളൊരു ഇതായിരിക്കും. ആണോ? അങ്ങനെയുണ്ടോ? കുറച്ചു പേർക്കെങ്കിലും ഉണ്ടാവുമല്ലോ. ആണോ? ആരും ഒന്നും മിണ്ടറില്ലല്ലോ, റെസ്പോൺസ് ഒന്നുമില്ല. കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തായാലും നമുക്ക് എന്ത് ബോറാണെങ്കിലും കുറച്ച് ലെങ്തി ആണെങ്കിലും നമുക്ക് എടുത്തേ പറ്റും. ഓക്കെ, നമ്മള് മോണിറ്ററിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ ചാപ്റ്ററിൽ ക്ലാസ് മിസ്സായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് അത് വായിക്കണം. മിസ്സായിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ കാണുക. ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ ആണോ? ഉറങ്ങിപ്പോയ ആൾക്കാരൊക്കെ എണീറ്റോളൂ കേട്ടോ. കുറെ പേരൊക്കെ ഇതിനിടയിൽ ഉറങ്ങിപ്പോണുണ്ടാകും. ഉറങ്ങിയിട്ടുണ്ടാരെങ്കിലോ? ഉറങ്ങിപ്പോയോ? ഓക്കെ. ദെൻ ഇപ്പൊ നമ്മളുടെ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ കഴിഞ്ഞു. ദെൻ നമ്മള് ഉറങ്ങിയിട്ടില്ല. ഓക്കെ, ബോറടിച്ചില്ല. ബോറടിച്ചില്ല. ബോറടിക്കണമെങ്കിൽ ഈ ഒരു ചാപ്റ്ററിന്റെ ആ ഒരു അങ്ങനെയാണ്. ജനറൽ ടോപ്പിക് ആണല്ലോ, അതുകൊണ്ട് കുറച്ച് ബോറിംഗ് ഒക്കെ വരാം. ഓക്കെ, മാക്സിമം ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കാത്ത രീതിയിലാണ് മുന്നോട്ട് പോകാൻ ഞാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഇനി ഒരു നെക്സ്റ്റ് ഒരു ചാപ്റ്റർ കൂടി നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇനി ഒരു ബോറിംഗ് ചാപ്റ്റർ അല്ല മിസ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇത് കുറെ ദിവസം നമ്മൾ ഈ ഒരു ചാപ്റ്റർ തന്നെ പോയതല്ലേ. പിന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും നമ്മൾ നോർമലി നമ്മളുടെ എന്താണ് സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇതും നമ്മളുടെ ഓൺ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. ഓക്കെ, ചാപ്റ്റർ നോക്കാം. ഹൗസ് കീപ്പിംഗ് സർവീസസ്. ഓക്കെ, ഹൗസ് കീപ്പിംഗ്. എന്താ ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാല്? ഹൗസ് കീപ്പിംഗ് സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താണ് മെയിൻ ആയിട്ട് അവിടെ ഉദ്ദേശിക്കുന്നത്? ഹൗസ് കീപ്പിംഗ് ക്ലീനിങ്. നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. വീട്ടിൽ ചെയ്യാറുണ്ടോ? അതാരും ചോദിക്കണ്ടേ അല്ലെ? നമ്മുടെ വീട്ടിൽ ഓരോരുത്തരും ചെയ്യുന്ന കാര്യമാണ് ക്ലീനിങ് ചെയ്യാറില്ലേ? ഡെയിലി ക്ലീനിങ് ചെയ്യും. ഡീപ്പായിട്ട് നമ്മള് ആഴ്ചയിൽ ക്ലീൻ ചെയ്യും, മാസത്തിലൊരിക്കൽ ഡീപ്പ് ക്ലീനിങ് ചെയ്യും ഇല്ലേ? ഇത് നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ക്ലീനിങ് ആയിട്ട് ഏകദേശം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ എന്റെ ആൻസറുകൾ നിങ്ങളാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്. കാരണം നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ക്ലീനിങ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഹൗസ് കീപ്പിംഗ് സർവീസസ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുന്നത് ഹോസ്പിറ്റൽ ആണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റലിലെ ക്ലീനിങ് സെക്ഷനെ കുറിച്ചും അവിടുത്തെ ഹൗസ് കീപ്പിംഗ് സർവീസസ് എങ്ങനെയാണെന്നാണ്. നമ്മൾ എല്ലാ സെക്ഷനും പഠിച്ചല്ലോ. അപ്പൊ ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പിംഗ് സർവീസസിനെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുന്നത്. Introduction നോക്കാം കേട്ടോ. A patient coming for the time to a hospital will welcome a tidy environment as well as a elegant feelings, lessen half of his misery and increase his confidence in the hospital. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുമ്പോൾ ആ ഹോസ്പിറ്റൽ അവനെ വെൽക്കം ചെയ്യുന്നത് നല്ലൊരു ആയിട്ടുള്ള ഒരു വൃത്തിയുള്ള അല്ലെങ്കിൽ ഒരു എലഗന്റ് ആയിട്ടുള്ള വൃത്തിയുള്ള ഒരു എൻവയോൺമെന്റ് ആണെങ്കിൽ as well as elegant feeling എന്ന് വെച്ചാൽ ഒരു നല്ലൊരു എന്താ പറയാ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആണെങ്കിൽ lessen half of his misery and increase his confidence. മിസറി എന്ന് വെച്ചാൽ എന്താണ്? അവന്റെ ബുദ്ധിമുട്ടുകൾ, അസുഖങ്ങളാണെങ്കിൽ അതുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെ, അവന്റെ മിസറി അസുഖങ്ങളും മറ്റുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും ഇൻക്രീസ് ഹിസ് കോൺഫിഡൻസ് ഇൻ ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിനോടുള്ള അവന്റെ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു.
അങ്ങനെയാണോ നിങ്ങളെ സംബന്ധിച്ചിട്ട്? നിങ്ങളൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണെന്ന് വിചാരിക്കാം. ദെൻ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിങ്സ്, വളരെ വൃത്തിയുള്ളതും എന്താ പറയാ നല്ലൊരു ഫ്രഷ് എയർ അല്ലെങ്കിൽ നല്ലൊരു വല്ലാത്തൊരു പോസിറ്റീവ് ഫീലിംഗ് നിങ്ങൾക്ക് അനുഭവിക്കുകയാണെങ്കിൽ, ഒരു ഫീലിങ്സ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അസുഖമാണ് പൂർണ്ണമായും ഭേദമാകുന്നതെന്നല്ല പറയുന്നത്. നമ്മളുടെ ആ ഒരു എന്താ പറയാ ഒരു ബുദ്ധിമുട്ടുകൾക്ക് ഒരു ഇച്ചിരി ആശ്വാസവും നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനോട് ഒരു കോൺഫിഡൻസ് കൂടും അല്ലെ? കൂടില്ലേ? എല്ലാവർക്കും അങ്ങനെയാണോ? ഇനി നേരെ മറിച്ച് ഓപ്പോസിറ്റ് എന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ചെല്ലണം കേട്ടോ. അപ്പൊ അവിടെ ഒട്ടും വൃത്തിയില്ല, ആകെ ഫ്ലോർ ആയാലും ഫുള്ള് ഭയങ്കര മീൻസ് അഴുക്ക് പിടിച്ച് കിടക്കുന്നു. എങ്ങനെയായിരിക്കും നിങ്ങളുടേത്? നമുക്കൊരു ചെറിയ തലവേദന ആയിട്ട് പോയിട്ടുള്ള നമ്മളാണെങ്കിൽ നമ്മുടെ തലവേദന കൂടില്ലേ? ആ ഒരു പരിസരം കാണുമ്പോൾ തന്നെ നമുക്കത് വല്ലാണ്ട് അങ്ങോട്ട് ഫീൽ ചെയ്യും ഇല്ലേ? ഫീൽ ചെയ്യുന്നതല്ല, നമ്മളുടെ ഉള്ള അസുഖം കൂടുതലായിട്ട് മാറും ഇല്ലേ? സോ ഇവിടെ പറയുന്നത് അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നല്ലൊരു വൃത്തിയുള്ള ഒരു എൻവയോൺമെന്റ് ആണെങ്കിൽ നമ്മുടെ പേഷ്യന്റിന്റെ അസുഖത്തിൽ കുറവ് വരുന്നു. ഹോസ്പിറ്റലിനോടൊരു കോൺഫിഡൻസ് നമുക്ക് തോന്നുന്നു. വൃത്തികേടായിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് ആ ഹോസ്പിറ്റലിനോട് കോൺഫിഡൻസ് ഉണ്ടാകുമോ? ഇനി മേലിൽ നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് പോകില്ല ഇല്ലേ? പോകുമാരെങ്കിലും അങ്ങനെ ഇല്ല. നോക്കാം, housekeeping services, otherwise called environmental services. Underline ചെയ്യാം. Housekeeping services, otherwise called environmental services. Housekeeping services അറിയപ്പെടുന്ന പേരാണ്, മറ്റൊരു പേരാണ് environmental services. Okay. Then are very important in providing safe, clean, pleasant, orderly and functional environment for both patient and hospital officials. അല്ലെ? അപ്പൊ സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലീൻ പ്ലസന്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് നമ്മൾ ഈ ഒരു ഹൗസ് കീപ്പിംഗ് സർവീസസിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആർക്കെല്ലാം? ഫോർ ബോത്ത് പേഷ്യന്റ് ആൻഡ് ഹോസ്പിറ്റൽ ഒഫീഷ്യൽസ്. ഹോസ്പിറ്റലിലുള്ളവർക്കും അതുപോലെ തന്നെ പേഷ്യൻസിന് വേണ്ടി ഹൗസ് കീപ്പിംഗ് സർവീസസ് നല്ലൊരു സേഫ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള പ്ലസന്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും നമുക്കറിയാം ക്ലീനിങ് സ്റ്റാഫുകൾ ഉണ്ടാകും. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാണാറില്ലേ എപ്പോഴും ക്ലീനിങ് സ്റ്റാഫുകൾ ഫ്ലോറൊക്കെ നടക്കുന്നത്? നമ്മൾ പഠിപ്പിച്ചാണെങ്കിൽ റൂമുകളും ഡോക്ടേഴ്സിന്റെ റൂമുകളും എല്ലാം അവർ ക്ലീൻ ചെയ്യും. എപ്പോഴും നല്ല ക്ലീനിങ് ആയിരിക്കും അല്ലേ? അതൊക്കെ ഒരു ഹൗസ് കീപ്പിംഗ് സർവീസസ് ആണ്. ഇതാണ് ഒരു ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പിംഗ് സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് ഇൻട്രൊഡക്ഷൻ വായിച്ചു നോക്കാം കേട്ടോ. ഹൗസ് കീപ്പിംഗ് സർവീസസ് അറിയപ്പെടുന്ന മറ്റൊരു പേര് എൻവയോൺമെന്റൽ സർവീസ്. ഓക്കെ. Then complete ചെയ്തോ ഇൻട്രൊഡക്ഷൻ? ഓക്കെ ആണോ? വായിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, സിമ്പിൾ ആണ്. നെക്സ്റ്റ് നോക്കാം. The three important housekeeping tasks in hospitals consist of the following. ഹോസ്പിറ്റലില് മെയിൻ ആയിട്ട് ഹൗസ് കീപ്പിങ്ങിന് 3 ഇമ്പോർട്ടന്റ് ടാസ്കുകളാണ് ഹൗസ് കീപ്പിംഗ് ചെയ്യുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ ടു ക്ലീൻ ആൻഡ് അവിടെ എങ്ങനെയാ ടെക്സ്റ്റിൽ കിടക്കുന്നത്? ക്യാനിങ് ആണോ? യെസ്. ഇവിടെ നിങ്ങൾ ആ ക്യാനിങ് എന്നുള്ളത് വെട്ടിക്കൊണ്ട് ടു ക്ലീനിങ് എന്ന് കൊടുക്കാം. ടു ക്ലീനിങ് എന്നാക്കാം കേട്ടോ. ക്യാനിങ് ഒന്ന് വെട്ടിയേക്കാം. ദെൻ ടു ക്ലീനിങ് എന്നാക്കാം. ക്ലീൻ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, അത് ക്ലീനിങ് എന്നാക്കാം. ടു ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിങ് ഹൈ ടച്ച് സർഫേസസ് ഇൻ patient rooms and restrooms. To clean and sanitize അല്ലെ? ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. എവിടെയെല്ലാം? ഹൈ ടച്ച് സർഫേസസ് ഇൻ പേഷ്യന്റ് റൂം ആൻഡ് റെസ്റ്റ് റൂംസ്. പേഷ്യന്റ് റൂംസിലും റെസ്റ്റ് റൂംസിലും ഹൈ ടച്ച് സർഫേസിൽ ക്ലീൻ ചെയ്യാമെന്ന്. എന്താണ് ഹൈ ടച്ച് സർഫേസ് ഉദ്ദേശിക്കുന്നത്?
എന്തായിരിക്കും ഹൈ ടച്ച് സർഫേസ്? നമ്മൾ ടച്ച് ചെയ്യുന്ന സർഫേസുകളൊക്കെ ഉണ്ടല്ലോ, അതായത് ടേബിള് അല്ലെങ്കിൽ എന്താണ് ടേബിള് ചെയർ അങ്ങനെയുള്ള സർഫേസുകളാണ് പ്രതലങ്ങൾ. ഓക്കെ, അപ്പൊ അത് ക്ലീൻ ചെയ്യണം, സാനിറ്റൈസ് ചെയ്യുക. ടേബിളൊക്കെ അവർ സാനിറ്റൈസ് ഒക്കെ ചെയ്തിട്ട് തുടയ്ക്കാറുണ്ട് ഇല്ലേ? സെക്കൻഡ് വൺ പറയുന്നത് ടു ഫിൽ അപ്പ് എംപ്റ്റി പേപ്പർ ടവൽസ്, soap container and office supplies. To fill up empty paper towels, അതായത് ഒഴിഞ്ഞ നമ്മളിപ്പോ ടിഷ്യൂ പേപ്പർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഫില്ല് ചെയ്ത് വെക്കുക. സോപ്പ് കണ്ടെയ്നർ, ഇപ്പൊ വാഷ് ബേസിന്റെ അവിടെയും മറ്റും നമ്മൾ ലിക്വിഡോ സോപ്പോ കണ്ടെയ്നറൊക്കെ അത് വെക്കുക. ദെൻ ഓഫീസ് സപ്ലൈസ്, മറ്റ് ആവശ്യ സാധനങ്ങൾ, ഇപ്പൊ ബാത്റൂമിൽ അങ്ങനെയുള്ള സംഭവങ്ങളും ടോയ്ലറ്റ്സിൽ ആവശ്യമായിട്ടുള്ള ക്ലീനിങ് സംഭവങ്ങളൊക്കെ വെക്കുന്നതാണ്. മൂന്നാമതായിട്ട് പറയുന്നത് ടു ഡിസ്പോസ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് പ്രോപ്പർലി. പ്രോപ്പർട്ടി എന്നായിരിക്കും കിടക്കുന്നത്, ആണോ? പ്രോപ്പർട്ടി എന്നാണോ? അത് പ്രോപ്പർലി എന്നാക്കാം കേട്ടോ, കുറച്ച് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അതിൽ. ഓക്കെ, പ്രോപ്പർലി എന്നാക്കാം കേട്ടോ, പ്രോപ്പർട്ടി അല്ല പ്രോപ്പർലി. ഹോസ്പിറ്റൽ വേസ്റ്റ് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക? ഡിസ്പോസൽ ചെയ്യുക. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഹൗസ് കീപ്പിംഗിന്റെ ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈ ടച്ച് സർഫേസ് ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യണം, ദെൻ എംപ്റ്റി പേപ്പർ ടവൽസ് ഒക്കെ ഫില്ലപ്പ് ചെയ്യുക, സോപ്പ് കണ്ടെയ്നറും മറ്റും ഫില്ലപ്പ് ചെയ്യുക, ആൻഡ് വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക? ഡിസ്പോസൽ ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ഓക്കെ, ഇമ്പോർട്ടൻസ് ഹൗസ് കീപ്പിംഗിന്റെ ആവശ്യകത എന്താണ്? 4 പോയിന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് സ്റ്റാർ മാർക്ക് ചെയ്ത് വെച്ചേക്കും, പഠിച്ചു വെക്കണം കേട്ടോ, മനസ്സിലാക്കി പഠിച്ചാൽ മതി. നോക്കാം, ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ടു ഇമ്പാർട്ട് ഹൈജീൻ എൻവയോൺമെന്റ്, അല്ലെ? ശുചിത്വമുള്ള ഒരു അന്തരീക്ഷത്തെ നൽകാൻ വേണ്ടിയിട്ട്, നല്ലൊരു വൃത്തിയുള്ള അന്തരീക്ഷം നൽകുക. ടു മീറ്റ് ദ ഹോപ്പ് ഓഫ് ദ കമ്മ്യൂണിറ്റി, അല്ലെ? സമൂഹത്തിന്റെ പ്രതീക്ഷകൾ നിറവേറ്റാൻ. സമൂഹത്തിന്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു, ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി അവന്റെ പ്രതീക്ഷകള്, അല്ലെ? അവന്റെ പ്രതീക്ഷകൾ നിറവേറ്റി കൊടുക്കണം. അവൻ വരുമ്പോൾ തന്നെ അവന്റെ ചുറ്റുപാട് ഇങ്ങനെ ഭയങ്കര അഴിവ് പിടിച്ച മോശമാണെങ്കിൽ അവന്റെ ഹോപ്സ് എന്തായിരിക്കും? ഇങ്ങനെയാണോ അവൻ പ്രതീക്ഷിക്കുന്നത്? അല്ല, അല്ലെ? സോ അവന്റെ പ്രതീക്ഷകൾ നിറവേറ്റുക. ടു മെയിൻറ്റെയിൻ ഹൈ റെപ്യൂട്ടേഷൻ ഓഫ് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ ഒരു പ്രശസ്തി നിലനിർത്തുക. ഇങ്ങനെ ഒരു ക്ലീനിങ് ഒന്നും ഇല്ലാത്ത ഹോസ്പിറ്റൽ ആണെങ്കിൽ നമ്മൾ പുറമെ മറ്റുള്ളവരോട് എന്തായിരിക്കും പറയുക? ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാട്ടോ, അവിടെ ഒട്ടും വൃത്തിയില്ല, അങ്ങനെയല്ലേ പറയുന്നത്? അങ്ങനെ പറയില്ലേ നമ്മള്? പറയാറുണ്ടോ? നല്ലതാണെങ്കിൽ നമ്മൾ പറയും, നമ്മുടെ നമ്മുടെ ഫാമിലിക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിൽ നല്ല ഹോസ്പിറ്റൽ ആണല്ലോ, നല്ല ഫെസിലിറ്റീസും നല്ല നീറ്റ് ആണ് ക്ലീൻ ആണെന്ന് പറയും, അല്ലെ? അപ്പൊ എന്താണ്? ഹോസ്പിറ്റലിന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുക. ദെൻ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ ഒക്കെ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ക്ലീനിങ് ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, അപ്പൊ 4 കാര്യങ്ങളാണ് ഹൗസ് കീപ്പിംഗിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞത്. ഹൈജീനിക് ആയിട്ടുള്ള എൻവയോൺമെന്റിനെ പ്രൊവൈഡ് ചെയ്യുക, ദെൻ ഹോപ്സ് കമ്മ്യൂണിറ്റിയുടെ ഹോപ്സ് നിറവേറ്റുക, ദെൻ റെപ്യൂട്ടേഷൻ, ദെൻ ഇൻഫെക്ഷൻ കൺട്രോൾ. ഓക്കെ, ക്ലിയർ ആണോ? 4 പോയിന്റ് വായിച്ചു നോക്കാം കേട്ടോ. 3 ടാസ്ക് വായിക്കാം, ദെൻ ഇമ്പോർട്ടൻസും വായിച്ചു നോക്കാം. ഓക്കെ, ഇമ്പോർട്ടൻസ് 4 പോയിന്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കും കേട്ടോ, മനസ്സിലാക്കി പഠിക്കാം. ബൈ ഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് മനസ്സിലാക്കി പഠിക്കാം, എളുപ്പമല്ലേ പോയിന്റ്സ്? ഏതായിരുന്നു? ടാസ്ക് 2-ലാണോ? ഓക്കെ, സോപ്പ് കണ്ടെയ്നർ ആണ് കേട്ടോ. അവിടെ മിസ് പറഞ്ഞില്ലല്ലേ, വായിച്ചു പോയി സോപ്പ്. ഓക്കെ, സോപ്പ് കണ്ടെയ്നർ SOAP കേട്ടോ. ഓക്കെ, ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞപ്പോ സോപ്പ് എന്ന് പറഞ്ഞു, പക്ഷെ സ്പെല്ലിംഗിൽ പറഞ്ഞില്ല അല്ലെ? ഓക്കെ, സോപ്പ് എന്നാക്കാം കേട്ടോ, SOAP.
ഫസ്റ്റ് പേജിലേക്ക് കുറച്ച് കറക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഞാൻ വായിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളൊന്ന് മിസ്റ്റേക്ക് തിരുത്തി പോകുക കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ. നെക്സ്റ്റ് വൺ നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹൗസ്കീപ്പിംഗ്. ഹൗസ്കീപ്പിംഗിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഒബ്ജക്റ്റീവ്സ് നോക്കാം. കോമൺ സാനിറ്റേഷൻ, ക്ലീൻലിനെസ് ആൻഡ് കംഫർട്ടബിൾ എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് നോക്കാം കേട്ടോ. വീണ്ടും സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് എൻവയോൺമെന്റ് നോക്കാം. കോമൺ സാനിറ്റേഷൻ, ക്ലീൻലിനെസ്, കംഫർട്ടബിൾ എൻവയോൺമെന്റ് അല്ലെ. കോമൺ ആയിട്ടുള്ള സാനിറ്റേഷൻ ചെയ്യുക, ദെൻ എൻവയോൺമെന്റ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിന് പ്രൊവൈഡ് ചെയ്യുക. എൻവയോൺമെന്റ് ടെക്സ്റ്റിൽ അങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നോ? ENS എന്നല്ലേ കിടന്നിരുന്നത്? ആണോ? ഓക്കെ. എൻവയോൺമെന്റ് നോക്കാം സ്പെല്ലിംഗ്. Then developing polite, reliable and friendly and pleasant. അല്ലേ? ഡെവലപ്പിംഗ് പൊളൈറ്റ് ഒരു മര്യാദ മീൻസ് ആ ഒരു പെരുമാറ്റത്തിലും കാര്യങ്ങളൊക്കെ ഒരു മര്യാദ കൊണ്ടുവരിക. റിലയബിൾ വിശ്വസനീയമായിട്ടുള്ളതും ഫ്രണ്ട്ലി ആയിട്ടുള്ളതും then ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കൊണ്ടുവരിക. ഫ്രണ്ട്ലി ആൻഡ് പ്ലസന്റ് അറ്റ്മോസ്ഫിയർ എഴുതാം കേട്ടോ. പ്ലസന്റ് കഴിഞ്ഞിട്ടേ അറ്റ്മോസ്ഫിയർ എഴുതാം. ഓക്കെ. നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കൊണ്ടുവരിക. അറ്റ്മോസ്ഫിയർ എന്നോട് എഴുതിയിട്ടില്ല. ഓക്കെ. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? മനസ്സിലായോ? ഡെവലപ്പിംഗ് പൊളൈറ്റ്, റിലയബിൾ ആൻഡ് ഫ്രണ്ട്ലി ആൻഡ് പ്ലസന്റ് അറ്റ്മോസ്ഫിയർ എഴുതാം. ഓക്കെ. Then good interruptional hearty relation അല്ലെ. നല്ലൊരു ഹൃദ്യമായിട്ടുള്ള ഒരു ബന്ധം കൊണ്ടുവരിക അല്ലെ. നല്ലൊരു ക്ലീനും കാര്യങ്ങളൊക്കെ നല്ലൊരു പേഷ്യൻസിന് ഹോസ്പിറ്റലിലുള്ള ഒരു വിശ്വസ്തതയും ഒരു നല്ലൊരു ഹേർട്ടി റിലേഷൻസ് ഉണ്ടാകും. Then ensuring safety of staff, patient and relatives. സുരക്ഷ സ്റ്റാഫിനും പേഷ്യന്റിനും അതുപോലെ തന്നെ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനും സുരക്ഷ ഉറപ്പുവരുത്തുക. Then quality, restraining and sanitary equipment and cleaning agents. അല്ലെ. ഗുണനിലവാര നിയന്ത്രണം മീൻസ് ഗുണനിലവാരത്തിലുള്ള നല്ലൊരു സാനിറ്ററി കൊണ്ടുവരിക. എക്യുപ്മെന്റ്സിലാണെങ്കിലും അതുപോലെ തന്നെ ഏജന്റ് മീൻസ് ക്ലീനിങ് ഏജന്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. Then proper record keeping and feedback. നല്ല രീതിയിലുള്ള ഒരു ശരിയായിട്ടുള്ള ഒരു റെക്കോർഡൊക്കെ കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ അതിന്റെ ഫീഡ്ബാക്കും എടുക്കാണ്. ഹൗസ് കീപ്പിങ്ങിന്റെ ഒരു ഫീഡ്ബാക്ക് നല്ല രീതിയിലാണോ ക്ലീനിങ്ങും കാര്യങ്ങളും ആ ഒരു സെക്ഷന്റെ റെക്കോർഡൊക്കെ കീപ്പ് ചെയ്യുക. ഓരോ സെക്ഷനും റെക്കോർഡുകളൊക്കെ ഉണ്ടാകും അല്ലെ. ഇപ്പൊ നമ്മള് ലോണ്ട്രി ആൻഡ് പഠിച്ചോ? നമ്മള് ലോണ്ട്രി ആൻഡ് എടുത്തതല്ലേ നമ്മള്? ആണോ? ലോണ്ട്രി ഓർമ്മയുണ്ടോ? യെസ്. അതിൽ നമ്മൾ പഠിച്ചില്ലേ അവരുടെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ ഓരോ സെക്ഷനും ഓരോരോ റെക്കോർഡ്സുകൾ ഉണ്ട്. ലോണ്ട്രി ആൻഡ് ആവുമ്പോൾ തുണിത്തരങ്ങളുടെ ഒരു റെക്കോർഡ്സ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഹൗസ് കീപ്പിങ്ങിന്റെ ക്ലീനിങ് സെക്ഷനിൽ ഒരു റെക്കോർഡ്. സോ ആ റെക്കോർഡ് അവർ കീപ്പ് ചെയ്യണം. then അതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ എടുക്കാം. ഓക്കെ. ഇത്രയുമാണ് ഹൗസ് കീപ്പിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കി ഒബ്ജക്റ്റീവ്സ്. അതുപോലെ തന്നെ പഠിക്കണം കേട്ടോ. കാരണം അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല. പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. സോ ആ പോയിന്റുകൾ തന്നെ കൃത്യമായിട്ട് പഠിക്കാം. വായിച്ചു നോക്കുക കേട്ടോ.
അതായത് ഒരു ഹോസ്പിറ്റലും പേഷ്യൻസും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാവുന്നതാണ്. നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഇതാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ആ ഹോസ്പിറ്റലിനോട് വീണ്ടും ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകും. നമുക്ക് വീണ്ടും ആ ഹോസ്പിറ്റലിൽ തന്നെ വരാനായിട്ട് തോന്നും. നേരെ മറിച്ച് അവിടെ ഒരു വൃത്തിയില്ല, നമുക്കൊരു ഒട്ടും കംഫർട്ടബിൾ അല്ലെങ്കിൽ നമുക്കൊരു റിലേഷൻ ഉണ്ടാവില്ല. ഓക്കെ. Okay, complete the objectives. Then next one, location. ഇനി ഹൗസ്കീപ്പിംഗ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. Housekeeping attends all area and department of the hospital. So maybe situated in a non-prime area. Underline ചെയ്യാം. Housekeeping location locate ചെയ്തിരിക്കുന്നത് non-prime ഏരിയയിലാണെന്ന്. എന്താ non-prime ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്? Non-prime area. Non-prime എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? Non-prime. അതായത് അത് അധികം ആരും ശ്രദ്ധിക്കപ്പെടാത്ത, ചിലപ്പോൾ മേ ബി ബാക്ക് സൈഡിലൊക്കെ ആയിരിക്കാം. Then it should be as far possible centrally located and close to vertical transport system to make for easy movement of housekeeping materials and equipments. അല്ലെ? അതായത് എളുപ്പത്തിലുള്ള വഴിയൊരുക്കുന്നതിന് മീൻസ് കഴിയുന്നിടത്തോളം ഒരു സെൻട്രലി കേന്ദ്രീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളൊക്കെ ഉള്ള പെട്ടെന്ന് തന്നെ വണ്ടികൾ വരാനോ പോകാനോ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലേസിലായിരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഹൗസ് കീപ്പിംഗിന് ക്ലീനിങ്സിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ആയാലും എക്യുപ്മെന്റ്സ് ആയാലും പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ കൊണ്ടുവരാൻ സാധ്യതയുള്ള ട്രാൻസ്പോർട്ടേഷനൊക്കെ സ്റ്റാൻഡ്സ് ഉള്ള ഒരു ഏരിയയിലായിരിക്കും അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നോൺ പ്രൈം ഏരിയയിലായിരിക്കും. നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു എൻട്രൻസിൽ തന്നെ കാണാൻ പറ്റുമോ ഈ ലോണ്ടറിയും ഹൗസ് കീപ്പിംഗ് ഒക്കെ? നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണാറുണ്ടോ? ഇല്ല. അത് സെപ്പറേറ്റഡ് ആയിട്ട് ചിലപ്പോൾ ബാക്ക് സൈഡിൽ വേറെ ഒരു സെപ്പറേറ്റഡ് ബിൽഡിംഗ് ഒക്കെ ഉണ്ടാകും. ക്ലീനിങ് സെക്ഷൻ ആയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ലോണ്ടറിയിലൊക്കെ ആണെങ്കിലും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും കൂടുതലായിട്ടും. ഓക്കെ, ലൊക്കേഷനില് നോൺ പ്രൈം ഏരിയ ഓർത്തിരിക്കുക കേട്ടോ. അണ്ടർലൈൻ ചെയ്തു എല്ലാവരും. നോൺ പ്രൈം ഏരിയ ചോദിക്കാറുണ്ട് കേട്ടോ ഹൗസ് കീപ്പിംഗിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന്. അപ്പൊ അത് എടുത്ത് തന്നെ നോൺ പ്രൈം ഏരിയ തന്നെയാണ് കേട്ടോ. ഇനി പ്രൈം ഏരിയ എന്ന് കണ്ടാൽ അത് തെറ്റായിട്ടുള്ള ആൻസർ ആണ്. ഈ നോൺ പ്രൈം ഏരിയ ആണ് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ പ്രൈം കാണുന്ന അപ്പൊ തന്നെ വേണമെങ്കിൽ ആൻസർ അത് നോക്കി അല്ലെ? നോൺ പ്രൈം ആണ്, അതായത് ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഏരിയയില്. ഓക്കെ. Then next one പറയുന്നത് ഓർഗാനോഗ്രാം. അതായത് ഒരു ആ ക്ലീനിങ് സെക്ഷനിൽ ഒരു സ്ട്രക്ചർ ആണ്, ഒരു ഘടന. ഹോസ്പിറ്റലിന്റെ ആ ഒരു ഘടന ഓരോരോ വ്യക്തികൾ ഉണ്ടാവുമല്ലോ, ആ വ്യക്തികളുടെ ഡ്യൂട്ടീസ് ഒക്കെയാണ് പറയുന്നത്. 3 പേരെ പറയുന്നുള്ളൂ. ഫസ്റ്റ് വൺ പറയുന്നത് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ, then assistant executive housekeeper and floor supervisors, then housekeeping employees. Okay, അപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള ആളാണ് മാനേജർ. മാനേജർ ആയിരിക്കും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. then അസിസ്റ്റന്റ്, അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ. then ലാസ്റ്റ് വൺ ആണ് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്, ജീവനക്കാരൻ. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ലീഡ്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? ആ ഒരു ഹൗസ് കീപ്പിംഗ് എന്നുള്ള ഡിപ്പാർട്ട്മെന്റിനെ ലീഡ് ചെയ്യുന്ന വ്യക്തിയാണ് ഹൗസ് കീപ്പർ മാനേജർ. Then he or she should be able to form
control and able to housekeeping services in the hospital. ആ ഹോസ്പിറ്റലിനുള്ളിൽ ഒരു ഹൗസ്കീപ്പിംഗ് സർവീസസിനെ ഫോം ചെയ്യുന്നതും അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും നടത്തുന്നതും അതിനെ ലീഡ് ചെയ്യുന്നതും അതിനെ കൺട്രോൾ ചെയ്യുന്നതുമാണ് ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ് മാനേജർ. മാനേജർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഏറ്റവും ടോപ്പ് പൊസിഷൻ ആണ്. അദ്ദേഹമാണ് ആ ഒരു ഹൗസ്കീപ്പിംഗ് സർവീസസിനെ രൂപപ്പെടുത്തുന്നതും അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ലീഡ് ചെയ്യുന്നതും. ഓക്കെ, നെക്സ്റ്റ് വൺ പറയുന്നത് അസിസ്റ്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ അല്ലെ. അതായത് അസിസ്റ്റ് ചെയ്യുന്നത്, മാനേജർ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യുന്നത്. ട്രെയിൻഡ് ആൻഡ് acquainted with the housekeeping procedures and able to manage housekeeping staff. അദ്ദേഹം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ട്രെയിൻഡ് ആയിട്ടുള്ള വ്യക്തിയാണ്, അക്വൈന്റഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയേഴ്സിൽ. ഏബിൾ ടു മാനേജ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, അദ്ദേഹം എന്ത് ചെയ്യണം, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ മാനേജ് ചെയ്യണം എന്ന്. അതായത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകള് കൃത്യസമയത്ത് എത്തുന്നുണ്ടോ, കൃത്യസമയത്ത് അവര് നല്ല രീതിയിൽ ക്ലീനിങ് വർക്ക് ചെയ്യുന്നുണ്ടോ, ദെൻ അവരുടെ വർക്ക് അവർ കംപ്ലീറ്റ്ലി ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക. ദെൻ ലാസ്റ്റ് വണ്ണാണ് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്, ഹൗസ് കീപ്പിംഗിൽ സേവനം ചെയ്യുന്ന തൊഴിലാളികൾ. മോസ്റ്റ്ലി ഇൻഎക്സ്പേർട്ട് ആൻഡ് ലോവസ്റ്റ് പെയ്ഡ് അല്ലെ. നമുക്കറിയാം അവർ ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവരൊന്നും ആയിരിക്കണം എന്നില്ല അല്ലെ. അദ്ദേഹം ലോവസ്റ്റ് പെയ്ഡ് ആയിരിക്കും, ചിലപ്പോൾ ഒരു കുറഞ്ഞ വരുമാനമായിരിക്കും അവർക്ക് അല്ലെ. ആദ്യമായിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു കുറഞ്ഞ വരുമാനം തന്നെ ആയിരിക്കും. വലിയ സാലറി ഒക്കെ ഉണ്ടോ ഹൗസ് കീപ്പിംഗിന്? ഉണ്ടോ ഇല്ലയോ? അതിൽ വലിയൊരു എമൗണ്ട് ഒന്നും ഉണ്ടായിരിക്കില്ല. ഞാൻ അവർക്ക് എക്സ്പീരിയൻസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. Then must be well familiar with the housekeeping procedure by training and education. അപ്പൊ അവർക്ക് ആ ട്രെയിനിങ്ങിലും എഡ്യൂക്കേഷൻസിലൂടെയൊക്കെയാണ് അവർക്ക് ഇങ്ങനെയുള്ള ഒരു ഹൗസ് കീപ്പിംഗ് പ്രോസസ്സിനെ കുറിച്ച് കൂടുതലായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ലഭിക്കുന്നത്. ഓക്കെ, മൂന്ന് കാര്യങ്ങൾ അവർക്ക് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പിംഗ് മാനേജർ ഉണ്ട്, അദ്ദേഹമാണ് ഏറ്റവും ടോപ്പിലുള്ളത്. അപ്പൊ അദ്ദേഹമാണ് ഇങ്ങനെയുള്ള ഒരു ഹൗസ് കീപ്പിംഗ് സർവീസസിനെ ഫോം ചെയ്യുന്നതും ലീഡ് ചെയ്യുന്നതും കൺട്രോൾ ഒക്കെ ചെയ്യുന്നതും. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് അസിസ്റ്റന്റ്. അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ മാനേജ് ചെയ്യുന്നത്. ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. ഓക്കെ, ക്ലിയർ ആണോ? മൂന്ന് പേര് ഓക്കെ ആണോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ ലൊക്കേഷനും ഓർഗാനോഗ്രാമും വായിച്ചു നോക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ് ആണ്. അതായത് ഹൗസ് കീപ്പിംഗ് സർവീസസിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും ദെൻ സ്പേസ്, എത്രത്തോളം റിക്വയർമെന്റ്സ് സ്പേസ് ഒക്കെയാണ് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. സോ നമുക്ക് നോക്കാം. അപ്പോ നമ്മൾ ഇന്നെടുത്തത് പുതിയൊരു ചാപ്റ്റർ ആണ് ഹൗസ് കീപ്പിംഗ് സർവീസസ്. നമ്മൾ നോർമലി വീട്ടിൽ ചെയ്യുന്ന ക്ലീനിങ് അങ്ങനെയുള്ള സെക്ഷൻ ഒക്കെ തന്നെയാണ്. ഹോസ്പിറ്റലിനുള്ളിൽ വരുന്ന ഹൗസ് കീപ്പിംഗ് സർവീസസിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പൊ നമ്മൾ കണ്ടു ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗില് 3 ടാസ്കുകളാണ് അവർ ചെയ്യുന്നത്. ദെൻ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗിന്റെ ഇമ്പോർട്ടൻസ് അല്ലെ. ഇമ്പോർട്ടൻസിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് നല്ലൊരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഒബ്ജക്റ്റീവ്സ്, അതിന്റെ ലക്ഷ്യങ്ങള്. ദെൻ ലൊക്കേഷൻ, നോൺ പ്രൈം ഏരിയയിലായിരിക്കും. ദെൻ എന്താണ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റികൾ ഉണ്ടായിരിക്കുക. ദെൻ ഓർഗാനോഗ്രാമിൽ നമ്മൾ 3 ടൈപ്പാണ് പറഞ്ഞത്. എക്സിക്യൂട്ടീവ് മാനേജർ ഉണ്ടാകും, ദെൻ മാനേജറിന്റെ
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ, ദെൻ ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്, 3 പേര്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഇത്രയും ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? നല്ല ചാപ്റ്റർ ആണോ? വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാലോ? ഓക്കെ അല്ലേ? നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഇനിയും അങ്ങോട്ട് വലിയ ചെറിയ പോയിന്റ്സുകളൊക്കെ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. പോയിന്റ് വൈസ് ആണ് എല്ലാം വരുന്നത് കേട്ടോ. ഓക്കെ ആണോ? റെസ്പോൺസ് ചെയ്യാം കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് മുന്നിട്ട് പറ്റിയിട്ടുണ്ട്. എന്തെങ്കിലും ഭയം എന്തെങ്കിലും ചോദിക്കാം. ഓക്കെ ആണോ? പഠിക്കുന്നുണ്ട് എല്ലാവരും? പഠിക്കുന്നുണ്ടോ? അതിന് മറുപടി ഒന്നും ഇല്ലല്ലോ. ഓക്കെ, എക്സാമിന്റെ ഡേറ്റ് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന കേട്ടോ. കുറച്ച് നമുക്കറിയാലോ, 3rd 4th ഒക്കെ കുറച്ച് ജനറൽ ടോപ്പിക്കുകളാണ്. ഇത് കുറച്ചധികം പഠിക്കാനുണ്ട് അല്ലെ? ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ദെൻ ഓരോ ചാപ്റ്റർ നിങ്ങൾ തന്നെ റിവൈസ് ചെയ്ത് പോവുക, റിവിഷൻ നടത്തി പോവുക ഓരോ ചാപ്റ്ററുകളും. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു.